അത് ഇത്തിരി അപ്പ് ചെയ്തേരെ. അതെ അതെ അതെ. യുവർ ചോയ്സിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചേട്ടാ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? റെഡി സർ? ഓക്കെ ഓക്കെ സർ, റെഡി റെഡി സർ. ചേട്ടാ കൊള്ളാമോ? കുറച്ച് പൗഡറും കൂടെ ആകാമായിരുന്നു. അയ്യോ ആണോ ചേട്ടാ? മീര റെഡി, ടൈമായി. റെഡി? മാറാൻ പറ പയ്യനോട്. നമസ്കാരം, ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലെ നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാണ്? കേൾക്കുന്നുണ്ടോ? ഹലോ, ഇത് ഞാനാ മോളിക്കുട്ടി. എവിടെ നിന്ന് വിളിക്കുന്നു? വഴുതക്കാട്. ഈ വഴുതക്കാട്ടിൽ ഇപ്പോഴും കാടൊക്കെ ഉണ്ടോ? കാടോ? അല്ല, ആ പേര് കേൾക്കുമ്പോ അങ്ങനെ തോന്നുമല്ലോ. അവിടെ എവിടെയാ താമസിക്കുന്നത്? ഒരു കാട് പോലൊക്കെ ഇരിക്കും. ആർക്കും ആരെയും കാണാൻ പറ്റാത്ത കാട്. ഫ്ലാറ്റാ, ഫ്ലാറ്റ്. പേരില്ലേ? പേര് എന്നതാണോ എന്തോ, നാക്കയിലിരിക്കുന്നു. അതിലൊരു 9B. 9Bയോ? ഞാൻ പഠിച്ചത് 9Cയിലാ. മോളിക്കുട്ടിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? മോളിക്കുട്ടിക്ക് എത്ര വയസ്സായി? നിനക്ക് എത്ര വയസ്സായിടി കൊച്ചേ? പറയാതിരുന്നൊന്നും വെച്ച് പ്രായം കുറയത്തൊന്നുമില്ല. പറ. ഒരു 20. അയ്യോ, അത്രയൊന്നുമില്ല. കഴിഞ്ഞ നവംബറിലാ എന്റെ 17th ബർത്ത്ഡേ കഴിഞ്ഞത്. ഇതാദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ കൊച്ചേ? ഇനി അതിനെ 4 കൊണ്ടൊന്ന് ഗുണിച്ചേ. 17 അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞേ. നീ ആദ്യം ഇതിന് ഉത്തരം പറ. 68. മൈ ഗോഡ്, 68. അമ്മച്ചി, ഞാൻ കണക്കിന് കുറച്ച് വീക്കാ. നിനക്ക് കണക്ക് അറിയാൻ മേലെങ്കിലും ഇല്ലെങ്കിലും സുന്ദരി ആയതുകൊണ്ട് ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകും. അമ്മച്ചി, എനിവേ, വിഷ് യു വെരി ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. മൈ ഗോഡ്, ക്രിസ്മസ് ആയിട്ട് അമ്മച്ചി ഒറ്റയ്ക്കാ? മക്കളൊക്കെ എവിടെ പോയി? അവരൊക്കെ ഓരോ സ്ഥലത്താ. രാവിലെ മുതല് ഈ വലത്തെ കാൽമുട്ടിനൊരു ചെറിയ. ശരി ശരി, അമ്മച്ചിക്ക് ഏത് പാട്ടാ വേണ്ടേ? എനിക്ക് പാട്ടൊന്നും വേണ്ട കൊച്ചേ, എന്നോട് വർത്താനം പറഞ്ഞാ മതി. എനിക്ക് വർത്താനം പറയണം. ഈ അമ്മച്ചി ഭയങ്കര തമാശക്കാരിയാണല്ലോ. അമ്മച്ചി, ഇത് വർത്താനം പറയാനുള്ള പ്രോഗ്രാം അല്ല, പാട്ട് വെക്കാനുള്ള പ്രോഗ്രാമാ. നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും മോളിക്കുട്ടി അമ്മച്ചിക്ക് വേണ്ടി നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി ഗാനം കാണാം. എൻജോയ് ദ സോങ്. അയ്യോ, എനിക്ക് പാട്ടൊന്നും വേണ്ട കൊച്ചേ, എനിക്ക് വർത്താനം പറഞ്ഞാ മതി. കണ്ടോ, മിണ്ടത്തില്ല.
മന്ദം അത് പായുന്ന വീശുന്ന പൂന്തന്നൽ കുളിരനയിൽ തുടവ് കവിളിനയിൽ തഴുവി നിറമൊഴി തൻകനിവായി നവമധുരം വിതറി ദൂരത്തിൽ ദീപം നിറദീപം തെളിയുകയായി താനേ ഒരു ഗീതം കളഗീതം ഉണരുകയായി ഓർമ്മകൾ വന്നു വാനം താരാഗണം കൊണ്ടു മൂടി മഴയുടെ പൊടി പോൽ വാനിൽ മേഘാരവം മന്ത്രമോദി അമ്മച്ചിയെ 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 ഓ ദാണ്ട് ഇവിടെ അമ്മച്ചി ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം. അതാ ടിവിന്ന് ഞാനിങ്ങ് ഇറങ്ങി വന്നേ. പാട്ട് തീരുമ്പോഴേക്കേ എനിക്കങ്ങ് തിരിച്ചു ചെല്ലണം. ആ എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞോ. അമ്മച്ചി ഹാപ്പി ക്രിസ്മസ്. അയ്യോ നിനക്കെങ്കിലും തോന്നിയല്ലോ ഒന്ന് വരാൻ. നീ വല്ലതും കഴിച്ചോ? ചോറ് വിളമ്പട്ടെ അതോ ചായ വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. പാട്ട് തിരുമ്പഴേക്കും എനിക്കങ്ങ് ചെല്ലേണ്ടതാ. അമ്മച്ചിയെ പോലെ ഒരുപാട് പേര് ഇനിയും വിളിക്കും. വിളിക്കും ഒരുപാട് പേര് വിളിക്കും. ഞങ്ങൾക്ക് പാട്ടൊന്നും വേണ്ടേ. ഇനി എന്തോ പാട്ട് കേൾക്കാനാ? മിണ്ടാനും പറയാനും ഒരു പരിപാടി അങ്ങോട്ട് വെക്കാൻ പറവറ്റേ. അത് നല്ല ഐഡിയ അമ്മച്ചി. ഹായ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പുൽക്കൂടൊരുക്കണം, നക്ഷത്രം തൂക്കണം, കേക്ക് മുറിക്കണം. ഒരുത്തനെങ്കിലും വരുമെന്ന് കരുതി. ലീവ് കിട്ടണ്ടായോ? കിട്ടിക്കാണുകയില്ലയോ? 6 കർത്താവ് തന്നു. 2 മുലകുടി മാറുമ്പേ കർത്താവ് അങ്ങ് തിരിച്ചു വിളിച്ചു. ഇതാ എന്റെപ്പൻ. ഇവനങ്ങ് ദുബായിലാ. ഇത് ലില്ലിക്കുട്ടി, 2ാമത്തത്. അമ്മച്ചിയെ പോലെ തന്നെ ഉണ്ട്. ആണോ? ഇവളും കെട്ടിയോനും അങ്ങ് സിംഗപ്പൂരാ. താണ്ടെ ഇത് സിബിച്ച ഒരു സങ്കട്ടം. കഴിഞ്ഞ കൊല്ലമായിരുന്നു ഇവന്റെ കല്യാണം കേട്ടോ. ഇവനങ്ങ് അമേരിക്കയിലാ. പിന്നെ എന്ത് വേണോ അമ്മച്ചിക്ക്? ഹാപ്പി അല്ലേ? ഇതിനകത്തിങ്ങനെ തനിച്ച് സുഖമായി പാറി പറന്നങ്ങ് കഴിഞ്ഞാ പോരെ. ഇതാന്നോ ഒരു സുഖം? കാട്ടി ജീവിക്കുന്ന പോലെ. ആരും ആരെയും കാണാനും ഇല്ല, മിണ്ടാനും ഇല്ല. ചത്തോ ജീവിച്ചോന്നൊന്നും അറിയത്തുമില്ല. എന്നെയും കൊണ്ട് ഇവിടെ പടി കയറാൻ നേരവേ 9 BA അങ്ങോട്ട് കണ്ടതും ഞാനങ്ങ് ചിരിച്ചു പോയി. അതുകൊള്ള അതെന്താ കാര്യം? ചേടാ അമ്മച്ചി മാത്രം ചിരിച്ചാ പോരല്ലോ. എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. പറയാം അമ്മച്ചി, പറയാം. എന്നാ മതി ചിരിക്കുന്നേ? നീ പഠിച്ചത് 9 ബിയിലല്ലോടാ. ഓ ഈ അമ്മച്ചിയുടെ ഒരു ഓർമ്മേ, അതോർത്താണോ ചിരിച്ചേ? ഈ വയസ്സാം കാലത്ത് നീ എന്നെ ഈ 9 ബിയിൽ കൊണ്ടുവന്നിട്ട് എന്നാ പഠിപ്പിക്കാനാണെന്ന് അതാണോ?
ആ. നടക്ക്. ആ നോക്കിക്കേ. ഇതെന്നാ നീ നോക്കി നിൽക്കുന്ന? നടക്ക്. അങ്ങോട്ട് നടക്കാം അമ്മച്ചി. ദേ കണ്ടല്ലോ അമ്മച്ചി, എന്താ സൗകര്യം ഇവിടെ. അതുകൊണ്ട് അമ്മച്ചി ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി. അതെ അമ്മച്ചി, ദേ താഴെ സെക്യൂരിറ്റി ഉണ്ട്. ഇനി അടുക്കള പണിക്ക് നാളെ തുളസി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചും വരും. പോരെ? എടാ ഇവിടെ നിന്ന് മീനച്ചിലാറ് കാണാൻ പറ്റുമോ? കൂടാ, അതൊക്കെ അമ്മച്ചി കുറെ കാലം കണ്ടതല്ലയോ? കണ്ടതൊക്കെ അത്ര മതി. ദേ ഇവിടെ ആവുമ്പളേ ഞങ്ങൾക്ക് എയർപോർട്ടിൽ വന്നാ പറന്നു വന്ന് അമ്മച്ചി അന്നേരം തന്നെ കാണാം. ഇത് സ്വർഗമല്ലയോ? സ്വർഗം. കൊന്നത്തങ്ങിന്റെ മണ്ട പോലും കാണാൻ പറ്റാത്ത സ്ഥലത്തിനാ സ്വർഗമെന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് അന്നാ മോളെ മനസ്സിലായത്. അത് കൊള്ളാം. ഇതാണ് അമ്മച്ചി ജീവനോടെ സ്വർഗത്തിൽ എന്നൊക്കെ പറയാറില്ലേ? അത് 9 വീന്ന് പഠിച്ചതാ ഇതൊക്കെ. ഇനിയും പറയാനുണ്ട് ഒരുപാട് കഥകളൊക്കെ. ആണോ? എന്നാ പറ കേൾക്കട്ടെ. ആ കഥയൊന്നും നീ ഇപ്പൊ കേക്കണ്ട. നീ അറിഞ്ഞാ അത് TV-ക്കാരറിയും. അവരത് സിനിമാക്കാരോട് പറയും. അവരത് സിനിമയാക്കും. കവിയൂർ പൊന്നമ്മ എന്റെ റോളിൽ അഭിനയിക്കും. അത് കണ്ട ആൾക്കാരിരുന്ന് കരയും. എന്റെ ഈശോയെ, എന്നതായിരിക്കും. ഈ അമ്മച്ചി ആളൊരു വലിയ സംഭവം തന്നെയാ. ഇത് തന്നെയാ മോളെ തുളസിയും പറയുന്നേ. തുളസിയോ? ആ, ഇവിടെ അടുക്കളപ്പണിക്ക് വരുന്ന ഒരു ശൃംഗാരി. മിണ്ടാനും പറയാനും അവളെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി. അതും വെറുതെ ആയി. അതെന്താ? അവൾ ഊമയാ? ഊമയായിരുന്നെങ്കിൽ അടുത്തെങ്കിലും കണ്ടേനെ ആയിരുന്നല്ലോ. എടി ഇത് മുള്ളാൻ പോകുമ്പോഴും കൈ ഫോണാ. ആ കുന്തത്തേലാണെങ്കിലോ പൂവാലന്മാരുടെ ക്യൂവാ. ഇന്നലത്തെ കാര്യം തന്നെ ഒന്ന് കേട്ടോ. ഞാനേ ആ മുളക് ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുമായിരുന്നു കേട്ടോ. ഏത് മുളക് ചെടി എന്ന് ചോദിക്കടി. ഏത് മുളക് ചെടി? ഞാന് അങ്ങ് കുമ്പനാട്ട് എന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. എടി തുളസിയേ, ഇച്ചിരി തേയില വെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായി? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവാ? ഒരു വഹ പറഞ്ഞാ കേക്കത്തില്ല. എടി തുളസിയേ, തുളസി കൊച്ചേ, തുളസിയേ, തുളസി. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുന്നു? തുളസിയേ, തുളസി. അത്യാവശ്യത്തിനൊന്ന് വിളിച്ചാലും പറഞ്ഞാലും കേക്കത്തുമില്ല. ഇച്ചിരി വെള്ളം സമയത്തിന് തരുത്തുമില്ല. എടി തുളസി, എവിടെ പോയതാ? പോടെ കള്ള, ഇന്ന് കാണാൻ പറ്റില്ല. നാളെ ഉറപ്പായിട്ടും. ഉമ്മ പച്ചസാരിയോ? അതെ, ഉടുത്ത് കാണണമെങ്കിൽ മേടിച്ചു തരണം. എന്താ തുളസി? എടി തുളസി, വരുന്നു. ഇതാന്നോടി ഇതിന്റെ ടെലിഫോൺ ബൂത്ത്? ഈ അമ്മച്ചിക്ക് അസൂയ. ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. തേയില വെള്ളം ചോദിച്ചിട്ട് സമയം എത്ര ആയിടി? അതുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോഴല്ലേ ഫോൺ വന്നത്. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാവേ. അതെങ്ങനെയാ? എന്നോട് മിണ്ടാനും പറയാനും അല്ലേ ഇവക്ക് നേരമില്ലാത്തതുള്ളൂ. ഈ മുടി ഒന്ന് ചീകി തന്ന കാലം വരെ മറന്നു. അസത്ത്. ഓ പിന്നെ, മുടിയെല്ലാം ചീകിക്കേട്ട് സുന്ദരിയാകാൻ പറ്റിയൊരു പ്രായം. ആ അമ്മച്ചിതാ തേയില വെള്ളം. പിന്നെ ഞാൻ പോന്നേ. അയ്യോ ഇപ്പോഴേയോ? ചോറും കറിയും ഒക്കെ റെഡിയാ. പിന്നെ മരുന്നൊക്കെ സമയത്ത് കഴിച്ചോണേ. ഞാൻ പോന്നേ. അയ്യോ എടി, നിനക്ക് ഞാനൊരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താ? അതൊക്കെ തരാം. പക്ഷെ 1 മണിക്കൂർ നീ എന്റെ അടുത്തിരുന്ന് വർത്താനം പറയണം. അത് കഴിയുമ്പോ തരും. എങ്കി പിന്നെ അത് അമ്മച്ചിയുടെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഞാൻ പോവാ. നില്ലടി. എടി അവിടെ നിക്കാൻ. നിന്നെ നീ ഒന്ന്. എടി തുളസിയേ, തുളസി, എടി നില്ലടി. എടി ഞാൻ നിനക്ക് എന്നതാ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? എന്തായാലും അമ്മച്ചിയുടെ കത്തികെട്ട് ബോറടിക്കുന്നതിനുള്ള സമ്മാനല്ലേ. അത് അമ്മച്ചി തന്നെ കൈവച്ചോ. ഞാൻ പോട്ടെ. മോളെ അങ്ങനെ അങ്ങ് പോയാലോ? നിക്കടി. ബൈ ബൈ.
ആ ബീനായേ, അവിടുത്തെ പണിക്കാരി എന്ന് അത് കൊള്ളാം. മതി മതി മതി. അമ്മച്ചേ, പാട്ടിപ്പഴ് തീർന്നാലുടൻ ഞാനങ്ങ് പോവേ. അവിടെ പോയി ഉള്ള വെട്ടിത്തരമൊക്കെ ഈ നാട്ടുകാരോട് പറയാതിരിക്കാനുള്ള കാശ് ഞാൻ നിനക്ക് തരാം. നീ എങ്ങും പോണ്ടേ, ഇവിടെ ഇരി. അതൊന്നും പറ്റത്തില്ല. അമ്മച്ചി എളുപ്പം പറഞ്ഞേ, എനിക്ക് പോണം. എന്താ പറയാൻ? ആ മക്കളെല്ലാരും കെട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് എന്നതായിരുന്നൊരു സന്തോഷമെന്നറിയാവോ? 3 മരുമക്കളാ എന്റെ വീട്ടിൽ വന്ന് കേറിയതേ. അവളുമാരൊക്കെ കൂടെ എന്റെ ചുറ്റിനും ഇങ്ങനെ കൂടി എന്നെ ഇങ്ങനെ വിളിച്ച് അടുത്തിരുത്തി വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാ ഞാൻ ആശിച്ചത്. എന്നാ ചെയ്യാനാ, എല്ലാം വെറുതെ ആയിപ്പോയി. ചില സമയം എന്തെങ്കിലും മിണ്ടാനും പറയാനും ആരുമില്ലാതെ തൊണ്ട ഇങ്ങനെ വെപ്രാളപ്പെടും. എന്റെ ഈശോയെ, അന്നേരപ്പോള്ള ഒരു പെടാപ്പാട്. അപ്പൊ അമ്മച്ചി എന്ത് ചെയ്യും? എന്നാ ചെയ്യാനാ, ഗതി കെട്ടാ പുലി പുല്ലും തിന്നെന്ന് പറഞ്ഞ മാതിരിയാ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് അങ്ങോട്ട് സംസാരിക്കും. നോക്ക്, ഇന്നലെ രാത്രി തന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോണ്ടാ ഞാൻ കിടന്നത്. വെളുപ്പാങ്കാലത്ത് നമ്മുടെ ആ ഫോൺ കിടന്ന് തുരുതുരുതുരാന്നങ്ങ് അടിക്കുക. കട്ടിലേന്ന് ഞാൻ ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. ഹലോ ഹലോ ഹലോ, വിളിക്കത്തില്ല. കുഴിയിലോട്ട് കാല് തള്ളയാ. ഒന്ന് വിളിക്കാൻ അവന് നേരമില്ല. ആദത്തിന്റെ അസുഖമാണെങ്കി അങ്ങ് കൂടുതലാ. മുട്ടുവേദന ഉണ്ടോ, ഒരു ചെവിട് നടക്കാൻ വയ്യ. ഇങ്ങനെയുള്ള വല്ല വിചാരമുണ്ടോ? ഇവനൊക്കെ നേരത്തെ കാലത്തെ ഒന്ന് വിളിച്ചാലെന്താ? ശിവച്ചനാണെങ്കിൽ വിളിച്ചിട്ട് 2 ആഴ്ചയായി. കൃത്യമായിട്ട് പറഞ്ഞ 12 ദിവസം. ഇതൊക്കെ ആരോട് പരാതി പറയാനാ? ലില്ലിമോള് വിളിക്കാത്തത് പിന്നെ എനിക്ക് പരാതിയേ ഇല്ല. അവൾ അമ്മച്ചിയെ വിളിച്ച് ഫോൺ ബില്ല് കൂട്ടുന്നെന്നും പറഞ്ഞ് കെട്ടിയോൻ ചീത്ത വിളിക്കുന്നെങ്കിലും പറയാം. ഇതങ്ങനാന്നോ? എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. വേണ്ടേ, ഇടയ്ക്ക് അവന്മാരെ വിളിച്ചൊന്ന് ഉപദേശിക്കാതെ എല്ലാം കണ്ടോണ്ട് ഈ ഫോണിന്റെ മുമ്പിൽ ഇവിടെ ഇരുന്നോ. ഒരു ദിവസം വിളിക്കുമ്പോഴേ ഈ ഫോൺ എടുക്കാൻ ആരും കാണുകയല്ല, പറഞ്ഞേക്കാം. അന്ത്യകൂദാശ നടത്താൻ പോലും ആരും ഇല്ലേ. ഒടുവി ഞാനങ്ങോട്ടങ്ങ് വരും. എന്നെ നരകുഴിയിലോട്ടങ്ങനെ തള്ളിയിട്ടാലും പറഞ്ഞേക്കാം. ഓർത്താവേ, വരുന്നുണ്ട് വരുന്നുണ്ട്. ഇന്നിവനെയൊക്കെ 2 പറഞ്ഞിട്ട് തന്നെ കാര്യം. എല്ലാ ദിവസവും ഈ കിണികിണി മാത്രമേ ഉള്ളോ, അതോ ഇവന്റെയൊക്കെ ശബ്ദം കേൾക്കുമെന്ന് എനിക്കൊന്നറിയണമല്ലോ. ഹലോ, എന്താ തങ്കപ്പൻ നായരോ? ഇവിടെ ഒരു നായരും ഇല്ല. ഞാൻ കണ്ടത്തിപ്പറമ്പി വർഗീസിന്റെ കെട്ടിയോള്. വയസ്സ് 90. അതെന്താ അമ്മച്ചി പേരിന്റെ കൂടെ വാല് പോലെ വയസ്സും കൂടി പറഞ്ഞത്? ഏടി മണക്കൂസേ, ഇല്ലെങ്കിൽ അവൻ അയ്യപ്പൻ നായരാണോന്നും ചോദിച്ചോണ്ട് പിന്നെയും വിളിക്കും. വയസ്സ് കേട്ടതോടെ പിന്നെ ആ വിളി അങ്ങ് നിന്ന്. അയ്യോ, ഈ മോളമ്മച്ചിയുടെ ഒരു ബുദ്ധി. അത് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ടാ ഈ 4 എണ്ണത്തിനെ വളർത്തി വലുതാക്കാൻ പറ്റിയത്. നോക്കടി, ആന്റെപ്പം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഇവന്റെ അപ്പൻ അങ്ങ് പോയി. ഒരു നട്ടുച്ചയ്ക്ക് 12 അടിച്ച സമയം വരിക്കച്ചക്ക വെട്ടിയിട്ട പോലെ ഒരൊറ്റ വീഴ്ചയാ. പിന്നെ എണീച്ചിട്ടില്ല. നേരം വിളക്കുമ്പോ കോഴിക്കൂട് തുറന്നു വിടുന്ന പോലെയാ 4 എണ്ണം ഇറങ്ങി വരുന്നതേ. തിന്നാൻ വേണം, ഉടുക്കാൻ വേണം, പഠിക്കാൻ പോണം. ഇതൊക്കെ നടത്തിയതേ ഈ ഒരൊറ്റ ബുദ്ധി കൊണ്ടാ. പക്ഷെ ഈ 4 പേരെയും കൂടെ ഒന്നിച്ചു നിർത്താനുള്ള ബുദ്ധി മാത്രം ഇല്ലാതെ പോയി. നീ കേക്ക് മുറിക്കും. ഹാപ്പി ക്രിസ്മസ്. എന്റെ മോളി അമ്മച്ചി
ഇനി നിനക്ക്. ആ പാവളിക്ക് ഒരു പൊട്ടു. അതെ, മോൾ ഇതെല്ലാം ഒന്ന് മുറിച്ചു വെക്കും. ആ സെക്യൂരിറ്റിയെ കൊടുത്താലേ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തോളൂ. ഞാനിപ്പം വരാമേ. അമ്മച്ചി, അതെ പാട്ട് തീർന്നു, പരസ്യം തുടങ്ങി, ഞാൻ പോവാ. ഞാൻ വിടത്തില്ല. എന്നെ പള്ളി കൊണ്ടുപോകണം, എനിക്ക് പാതിരാ കുർബാന കൂടണം, എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ കാണണം. അയ്യോ അമ്മച്ചി, ഇതൊന്നും നടക്കത്തില്ല, എനിക്ക് പോയേ പറ്റൂ. സോറി ട്ടോ, ബൈ ബൈ, ടാറ്റാ. അയ്യോ മോളെ, ഇനി നീ എങ്ങനെ പോകുന്ന എനിക്കൊന്നറിയണം. പെണങ്ങല്ലടി മോളെ. അമ്മച്ചിയെ പള്ളി കൊണ്ടുപോകാൻ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ? അതല്ല, നിനക്ക് പോണെന്ന് നിർബന്ധമാണെന്ന് വെച്ചാ പൊയ്ക്കോ. വേണ്ട, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാനുണ്ട് അമ്മച്ചിയുടെ കൂടെ. വാ നമുക്ക് പോവാം, അമ്മച്ചിയെ പള്ളിയിൽ ഞാൻ കൊണ്ടുപോവാം. വാ. നേരാണോ? നമുക്ക് പോവാം, ഈ അമ്മച്ചിയെ വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. വാ നമുക്ക് പോവാം.